ഇപ്പോൾ IPC ഇന്ത്യൻ പീനൽ കോഡ് 1860 1860 ഫോം ചെയ്ത ഇന്ത്യൻ പീനൽ കോഡ് ഇറ്റ് ഈസ് ഒഫീഷ്യൽ ക്രിമിനൽ കോഡ് ഓഫ് ഇന്ത്യ ആൻഡ് ആൾസോ ഇറ്റ്സ് കവേഴ്സ് ഓൾ ദി ആസ്പെക്ട്സ് ഓഫ് ക്രിമിനൽ ലോ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ 1860 IPC നിലവിൽ വന്നത്. പക്ഷേ 1825 ഇതിൻ്റെ ആദ്യത്തെ ഡ്രാഫ്റ്റ് അവർ റെഡിയാക്കുന്നത്. മക്കാളയുടെ നേതൃത്വത്തിലുള്ള ലോ കമ്മീഷൻ ആണ് IPC ഇതിനെ ഡ്രാഫ്റ്റ് ചെയ്തത്. അപ്പോൾ 1825 ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ അവർ നെപ്പോളിയനിക് കോഡിലെയും ലൂസിയാന സിവിൽ കോഡിലെയും സെക്ഷൻസും ഫീച്ചേഴ്സും ഒക്കെയാണ് അവർ ഉൾപ്പെടുത്തിയിരുന്നത്. പിന്നീട് 1850 ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡ്രാഫ്റ്റ് റെഡിയാക്കുകയും 1856 അത് ലെജിസ്ലേറ്റീവ് കൗൺസിലിന് കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഈ കൊടുത്ത ഡ്രാഫ്റ്റിന് 1860 വരെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എനാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം 1857 നടന്നിട്ടുള്ള ഒന്നാം സ്വാതന്ത്ര്യ സമരം കാരണമായിട്ട് ഇത് ഡിലേ വന്നു ഇതിലൊരുപാട്. അങ്ങനെ January 1, 1860 നമ്മളിത് എന്ത് ചെയ്യുന്നത്, എനാക്ട് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്കതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. IPCയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം 23 ചാപ്റ്ററുകളിലായിട്ട് 511 സെക്ഷൻസാണ് IPCയിലുള്ളത്. ഈ 511 സെക്ഷൻസ് നമ്മുടെ രാജ്യത്തുള്ള ക്രിമിനൽ ലോയുടെ എല്ലാ ആസ്പെക്റ്റുകളെയും അത് കവർ ചെയ്യുന്നുണ്ട്. നമുക്കിതിൻ്റെ ചില പ്രധാനപ്പെട്ട സെക്ഷൻസിലോട്ടും ഈ പാർട്സിലോട്ടും നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമുക്ക് ഏത് ആക്ട് ചെയ്താലും അതെന്തെങ്കിലും അത് പീനബിളല്ല, നമുക്ക് ലയബിൾ ആവണം എന്നില്ല. നമ്മൾ എല്ലാ ആക്ടുകൾക്കും നമ്മൾ കുറ്റക്കാരാവണമെന്നില്ല. ചില കേസുകളിൽ നമ്മൾ ചെയ്യുന്ന ചില ക്രൈമുകൾക്ക് നമ്മൾ എന്ത് വരും, നമുക്ക് എക്സെപ്ഷൻസ് കിട്ടും. ചില ഒരു കാരണം കൊണ്ട് അത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, അതിൽ കുറ്റക്കാരാവാതിരിക്കുന്ന ചില കേസുകളെ കുറിച്ചാണ് ജനറൽ എക്സെപ്ഷൻസിൽ പറയുന്നത്. ജനറൽ എക്സെപ്ഷൻസ് സെക്ഷൻ 76 മുതൽ സെക്ഷൻ 106 വരെയാണുള്ളത്. ഇത് ചാപ്റ്റർ 4 IPC ചാപ്റ്റർ 4 ജനറൽ എക്സെപ്ഷൻസ് പറയുന്നത്. ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ എക്സെപ്ഷൻ കിട്ടുന്നത്? ചിലപ്പോൾ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഒരു ജുഡീഷ്യൽ ആക്ടിൻ്റെ ഭാഗത്തായിരിക്കാം. ജുഡീഷ്യൽ ആക്ടിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നൊരു ഇതാകുമ്പോൾ എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ഡെത്ത് സെൻറ്റൻസ് വിധിച്ച് ഒരാൾ തൂക്കിക്കൊല്ലുന്ന ആരാച്ചാർ ചെയ്യുന്ന ഒരു ആക്ട് ഒരു കൊലപാതകമാണ്, പക്ഷേ ഒരു ജുഡീഷ്യൽ ആക്ടിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ലീഗൽ എക്സിക്യൂഷനാണത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തില്ല, നമുക്കൊരിക്കലും ശിക്ഷിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രൈവറ്റ് ഡിഫൻസ് പറയുന്നത് ഈ ജനറൽ എക്സെപ്ഷൻസിൽ തന്നെ സെക്ഷൻ 96 മുതൽ 106 വരെ പറയുന്നതാണ് പ്രൈവറ്റ് ഡിഫൻസ്. നമ്മുടെ ബോഡിയിലോട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തിനും തടയുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ഒരു ത്രെറ്റിനെ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഡിഫൻസ്, അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ക്രൈം. ഇപ്പോൾ എന്നെ ഒരാൾ കൊല്ലാൻ വരികയാണ്, അപ്പോൾ എന്നെ അയാൾ കൊല്ലും എന്ന ഭയത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്യുന്ന ഒരു ഡിഫൻസ്, ആ ഡിഫൻസിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കൊല്ലപ്പെടുകയാണെങ്കിൽ അങ്ങനെ നടക്കുന്ന ഒരു ആക്ട് എന്തെല്ലാം ക്രൈമായിട്ട് കൂട്ടുകയില്ല, അയാൾ അതിലെന്തെല്ലാം ശിക്ഷിക്കപ്പെടുകയില്ല. അത്തരത്തിൽ കാര്യങ്ങൾ പറയുന്ന ഒന്നാണ് ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. 76 to 106 വരെയാണ് നമ്മുടെ ജനറൽ ഡിഫൻസ് പറയുന്നത്. അതിൽ തന്നെ 96 മുതൽ 106 വരെയാണ് പ്രൈവറ്റ് ഡിഫൻസ് പറയുന്നത്. ഇത് ഓർത്തിരിക്കാൻ മറക്കരുത്. ഇനി പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നതാണ് അബറ്റ്മെൻറ്റ്. നമ്മുടെ സെക്ഷൻ 96 മുതൽ സെക്ഷൻ 107 മുതൽ 120 വരെയാണ് ഈ അബറ്റ്മെൻറ്റിനെ പറ്റി പറയുന്നത്. അബറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ പ്രേരിപ്പിക്കുക, ഒരു കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഒരു കുറ്റം ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്, അല്ലെങ്കിൽ ഹീനമായിട്ടുള്ള ഒന്നാണ് അതിനുവേണ്ടി പ്രേരിപ്പിക്കുക എന്നത്, ഒരാളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുക എന്നത്. അപ്പം സെക്ഷൻ 107 മുതൽ 120 വരെയാണ്, അതായത് ചാപ്റ്റർ 5 എന്ന് പറയുന്നത് നമ്മുടെ അബറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. അത് സെക്ഷൻ 107 മുതൽ 120 വരെ അബറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു അബറ്റ്മെൻറ്റ് ഓഫ് വിക്ടിം എന്ന് പറയുന്നത് സെക്ഷൻ 107, ഒരു അബറ്റർ ആരാണ് എന്ന് പറയുന്നത് സെക്ഷൻ 108 ഇനി പ്രധാനപ്പെട്ട ഒന്നാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സെക്ഷൻ 120A and 120B, ക്രിമിനൽ കോൺസ്പിറസിയും അതിൻ്റെ പണിഷ്മെൻറ്റും. 120A പറയുന്നത് ക്രിമിനൽ കോൺസ്പിറസി എന്താണ്, അതിൻ്റെ ഡെഫിനിഷനാണ് 120A പറയുന്നതെങ്കിൽ ക്രിമിനൽ കോൺസ്പിറസിയുടെ പണിഷ്മെൻ്റാണ് 120Bയിൽ പറയുന്നത്. 121 പറയുന്നത്, സെക്ഷൻ 121 പറയുന്നത്
waging, attempt to waging, abetting to waging and against the government of. അടുത്തത് സെക്ഷൻ 121 ആണ്. 121 എന്ന് പറഞ്ഞാൽ waging war against the government, also attempting to wage war against the government of India, also abet to wage war against government of India. ഇതിനാണ് സെക്ഷൻ 121 പറയുന്നത്. 124A പറയുന്നത് സെഡിഷനെ കുറിച്ചാണ്. രാജ്യദ്രോഹത്തെക്കുറിച്ച്, അതിൻ്റെ പണിഷ്മെൻറ്റിനെ കുറിച്ചൊക്കെയാണ് സെക്ഷൻ 124A. മറക്കരുത്, 124A പറയുന്നത് സെഡിഷനെയും അതിൻ്റെ പണിഷ്മെൻറ്റിനെയും കുറിച്ച്. സെക്ഷൻ 141 മുതൽ സെക്ഷൻ 145 വരെ പറയുന്നത് അൺലോഫുൾ അസംബ്ലിയെക്കുറിച്ചും അതിൻ്റെ മറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമാണ്. അൺലോഫുൾ അസംബ്ലി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒഫൻസാണ് അൺലോഫുൾ അസംബ്ലി. അപ്പോൾ അൺലോഫുൾ അസംബ്ലിയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 141 ആണ്. പിന്നെ ഒരു അൺലോഫുൾ അസംബ്ലിയിൽ ഒരാൾ മെമ്പർ ആവുന്നതിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 142. അതുപോലെ തന്നെ അതിൽ മെമ്പർ ആവുന്നതും ആ ആക്ട് അൺലോഫുൾ അസംബ്ലിയുടെ പണിഷ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 143. സെക്ഷൻ 143. സെക്ഷൻ 144 ഓഫ് IPC പറയുന്നത് ഒരു അൺലോഫുൾ അസംബ്ലിയിൽ ഡെഡ്ലി വെപ്പൺ യൂസ് ചെയ്തുകൊണ്ട് പങ്കെടുക്കുന്നതിനെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 144 പറയുന്നത്. സെക്ഷൻ 145 പറയുന്നത് ആ ഒരു അൺലോഫുൾ അസംബ്ലി ഡിസ്പോസ് ചെയ്യാനുള്ള ഓർഡർ ചെയ്തിട്ടും അല്ലെങ്കിൽ കമാൻഡ് ചെയ്തിട്ടും അതറിഞ്ഞിട്ട് അതിൽ തുടരുകയും അതിലോട്ട് ചേരുകയും ചെയ്യുന്നതിനെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 145 എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 141 മുതൽ 45 വരെ പറയുന്നത് അൺലോഫുൾ അസംബ്ലിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. സെക്ഷൻ 146 പറയുന്നത് റിയോട്ടിംഗ് ആണ്. ഇത് കലാപം നടത്തുന്നതിനെ കുറിച്ചാണ്. സെക്ഷൻ 146 പറയുന്നത്. സെക്ഷൻ 147 ആണ് അതിൻ്റെ പണിഷ്മെൻറ്റിനെ പറ്റി പറയുന്നത്. സെക്ഷൻ 146 റിയോട്ടിനെ പറ്റി പറയുന്നു. സെക്ഷൻ 147 അതിൻ്റെ പണിഷ്മെൻറ്റിനെ പറ്റി പറയും. സെക്ഷൻ 148 പറയുന്നത് ഒരു റിയോട്ടിൽ എന്ത് ചെയ്യുവാണ്, ഒരു കലാപത്തിൽ ഡെഡ്ലി വെപ്പൺ യൂസ് ചെയ്തുകൊണ്ട് പങ്കെടുക്കുന്നതിനെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 148. അപ്പോൾ സെക്ഷൻ 146, 47, 48 എന്താണ് ഈ റിയോട്ടിനെ കുറിച്ച് കലാപത്തിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് സെക്ഷൻ 46, 47, 48 പറയുന്നത്. സെക്ഷൻ 150 സെക്ഷൻ 159 പറയുന്നത് സെക്ഷൻ 149 പറയുന്നത് ഒരു അൺലോഫുൾ അസംബ്ലിയുടെ എല്ലാ മെമ്പേഴ്സും ആ അൺലോഫുൾ അസംബ്ലിയിൽ ഒരുപോലെ തന്നെ എന്തായിരിക്കും, കുറ്റക്കാരായിരിക്കും എന്ന് പറയുന്നതാണ് സെക്ഷൻ 149 പറയുന്നത്. സെക്ഷൻ 159 പറയുന്നത് എഫ്രയെ കുറിച്ചാണ്. എഫ്രെ അതിൻ്റെ മായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 159. സെക്ഷൻ 268 പറയുന്നത് IPC സെക്ഷൻ 268 പറയുന്നത് പബ്ലിക് ന്യൂസൻസിനെ കുറിച്ചാണ്. 295 പറയുന്നത് 295A ഒക്കെ എന്താണ്, ഒരു റിലീജിയസ്റ്റിക് അല്ലെങ്കിൽ വയലേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വയലൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെക്ഷൻസാണ്. 295 സെക്ഷൻ 295 പറയുന്നത് ഇഞ്ചുറിങ്ങോ അല്ലെങ്കിൽ ഒരു മത പ്രാർത്ഥനാ സ്ഥലം വർഷിപ്പ് പ്ലേസിനെ എന്ത് ചെയ്യുക, ആക്രമിക്കുകയോ ചെയ്യുന്നത് എന്താണ്, കുറ്റകരമാണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 295. സെക്ഷൻ 295A പറയുന്നത് ഒരു മാലീഷ്യസ് ആക്ടിലൂടെ എന്ത് ചെയ്യുക, ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഒരു റിലീജിയസ് ബിലീഫിൻ്റെ മോഡസ്റ്റിയെ ഔട്ട്റേജ് ചെയ്യുക, എന്ത് ചെയ്യുക, അപമാനിക്കുക. ഒരു മാലീഷ്യസ് ആക്ടിലൂടെ ഒരു മതത്തിൻ്റെ ആരാധനയെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മതം അനുശാസിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനെ അപമാനിക്കുന്നതിനാണ് സെക്ഷൻ 295A പറയുന്നത്. സെക്ഷൻ 296 പറയുന്നത് ഒരു റിലീജിയസ് അസംബ്ലിയെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ക്രൈമിനെ കുറിച്ചാണ് സെക്ഷൻ 296 പറയുന്നത്. ഈ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് സെക്ഷൻ 299. 299 പറയുന്നത് കൾപ്പബിൾ ഹോമിസൈഡിനെ കുറിച്ചാണ്. മനഃപൂർവ്വമായിട്ടുള്ള നരഹത്യയെക്കുറിച്ച് പറയുന്നതാണ്
എന്ത് കൾപ്പബിൾ ഹോമിസൈഡ്. 300 പറയുന്നത് മർഡറിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നും, എനിക്ക് മർഡറും കൾപ്പബിൾ ഹോമിസൈഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എല്ലാ മർഡറും എന്താണ്? കൾപ്പബിൾ ഹോമിസൈഡാണ്. എന്നാൽ എല്ലാ കൾപ്പബിൾ ഹോമിസൈഡും എന്താവണമെന്നില്ല, മർഡർ ആവണമെന്നില്ല. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ മർഡർ എന്ന് പറയുന്നത് ഒരു സ്പീഷ്യസ് എന്ന് പോലെ തന്നെ ഒരു കൂട്ടത്തിലെ ഒന്നാണ്. പക്ഷെ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുമ്പോൾ അതൊരു ഹോൾ എഫക്റ്റിലാണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അതാണ് കൾപ്പബിൾ. അപ്പോൾ 299 പറയുന്നത് കൾപ്പബിൾ ഹോമിസൈഡ്, 300 പറയുന്നത് മർഡർ, 301 പറയുന്നത് നമ്മൾ നടത്തുന്ന ഒരു കൾപ്പബിൾ ഹോമിസൈഡ് നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്യുന്ന ആളേക്കാൾ മറ്റൊരാളുടെ മരണത്തിൽ കൂടെ കാരണമാകുന്നു, അങ്ങനെയുള്ള കൾപ്പബിൾ ഹോമിസൈഡ്. അപ്പോൾ ഒരാൾ കൊല്ലാൻ ഉദ്ദേശിച്ച ആളെ അല്ലാതെ മറ്റൊരാൾക്ക് കൂടി ജീവഹാനി സംഭവിക്കുന്നു. അത്തരത്തിലുള്ള കൾപ്പബിൾ ഹോമിസൈഡിനെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 301. സെക്ഷൻ 302 പറയുന്നത് പണിഷ്മെൻറ്റ് ഓഫ് മർഡർ, മർഡറിൻ്റെ പണിഷ്മെൻറ്റ്. മർഡറിൻ്റെ പണിഷ്മെൻറ്റ് സെക്ഷൻ 302 പറയുന്നത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഓർ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്. ഒന്നുകിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് വിത്ത് ഓർ വിത്തൗട്ട് ഫൈൻ. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ നോൺ ബെയിലബിൾ ആണ്. നമ്മളിപ്പോൾ പറയുന്നത് നോൺ ബെയിലബിൾ ആയിട്ടുള്ളൊരു ഒഫൻസാണ് ഇതെന്ന് പറയുന്നത്. സെക്ഷൻ 304 പറയുന്നത് കൾപ്പബിൾ ഹോമിസൈഡ്, മരണത്തിലോട്ട് എത്താത്ത കൾപ്പബിൾ ഹോമിസൈഡിൻ്റെ പണിഷ്മെൻറ്റിനെ കുറിച്ചാണ് സെക്ഷൻ 304 പറയുന്നത്. അത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് അല്ലെങ്കിൽ 10 വർഷം വരെ ലഭിക്കുന്ന തടവ് ശിക്ഷ, അതിനോട് കൂടെ തന്നെ എന്തുണ്ടാകും, ഫൈന് അല്ലെങ്കിൽ ഫൈനില്ലാത്ത 10 വർഷം വരെ നീളുന്ന തടവ് ശിക്ഷ. ഇതാണ് സെക്ഷൻ 304 പറയുന്നത്. സെക്ഷൻ 304A പറയുന്നത് നെഗ്ലിജൻസ് വഴിയുള്ള മരണം, ഒരാളുടെ നെഗ്ലിജൻസ് കാരണമായിട്ട് മറ്റൊരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 304A. സെക്ഷൻ 304B പറയുന്നത് ഡൗറി ഡെത്താണ്, സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങളെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 304B. സെക്ഷൻ 307 പറയുന്നത് സെക്ഷൻ 306 പറയുന്നത് അബറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡാണ്. സൂയിസൈഡിനുള്ള പ്രേരിപ്പിക്കുക, ഒരാളെ ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്നതിനെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 306. സെക്ഷൻ 307 പറയുന്നത് ഒരാളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക, കൊലപാതക ശ്രമത്തിനെ പറ്റി പറയുന്നത് സെക്ഷൻ 307 ആണ്, അറ്റംപ്റ്റ് ടു മർഡർ. സെക്ഷൻ 308 പറയുന്നത് അറ്റംപ്റ്റ് ടു കൾപ്പബിൾ ഹോമിസൈഡ്, മനഃപൂർവ്വമായ നരഹത്യയ്ക്കുള്ള ശ്രമത്തിനുള്ള സെക്ഷനാണ് സെക്ഷൻ 308. മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്ക് ശ്രമിക്കുന്നതിനെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 308, കൾപ്പബിൾ, അറ്റംപ്റ്റ് ടു കൾപ്പബിൾ ഹോമിസൈഡ്. സെക്ഷൻ 309 പറയുന്നത് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്, ഒരു സൂയിസൈഡ് നടത്തുവാൻ ശ്രമിക്കുന്നത് അതൊരു കുറ്റമാണ്. ഒരാൾ ആത്മഹത്യ ജീവിക്കുക എന്നത് അവകാശമാണെന്നതുപോലെ തന്നെ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് കുറ്റകൃത്യം കൂടി തന്നെ ആത്മഹത്യ ചെയ്യുന്നത് ശ്രമിക്കുന്നത്. അപ്പോൾ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡിനെ പറ്റി പറയുന്ന സെക്ഷനാണ് 309 എന്ന് പറയുന്നത്. സെക്ഷൻ 339 പറയുന്നത് റോങ്ഫുൾ റീസ്ട്രെയിൻമെൻ്റ് ആണ്. അതുപോലെ സെക്ഷൻ 340 പറയുന്നത് റോങ്ഫുൾ കൺഫൈൻമെൻ്റ് ആണ്, മാറിപ്പോകരുത്. സെക്ഷൻ 339 ആണ് പറയുന്നത് റോങ്ഫുൾ റീസ്ട്രെയിൻറ്റ്. അതുപോലെ തന്നെ സെക്ഷൻ 340 പറയുന്നതാണ് റോങ്ഫുൾ കൺഫൈൻമെൻറ്റ്. സെക്ഷൻ 351 പറയുന്നത് അസോൾട്ടിനെ കുറിച്ചാണ്. അസോൾട്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 351. സെക്ഷൻ 354 പറയുന്നത് അസോൾട്ട് അല്ലെങ്കിൽ ക്രൂവൽറ്റി അഗെയിൻസ്റ്റ് വുമൻ, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമണത്തിനെ കുറിച്ച് പറയുന്ന എന്തിനു വേണ്ടി, ടു ഔട്ട്റേജ് ഹെർ മോഡസ്റ്റി, അവളെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ അസോൾട്ട് ഫോഴ്സ്, ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിക്കുക അതിനെപ്പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 354. സെക്ഷൻ 354A പറയുന്നത് സെക്ഷൽ ഹറാസ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻറ്റ്, സെക്ഷൽ ഹറാസ്മെൻറ്റിനെ പറ്റിയും അതുപോലെ അതിൻ്റെ പണിഷ്മെൻറ്റിനെ പറ്റിയും പറയുന്ന സെക്ഷനാണ് 354A. 359 പറയുന്നത് കിഡ്നാപ്പിങ്ങിനെ കുറിച്ചാണ്. കിഡ്നാപ്പിങ്ങിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 350. അബ്ഡക്ഷനെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 362 എന്ന് പറയുന്നത്.
റേപ്പിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 375. 376 അതിൻ്റെ പണിഷ്മെൻറ്റ് പറയും. റേപ്പിനെ കുറിച്ച് 375, പണിഷ്മെൻറ്റ് 376. ഗ്യാങ് റേപ്പിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 376D. അതിൻ്റെ പണിഷ്മെൻറ്റ്, അതായത് 16 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെയാണ് ഗ്യാങ് റേപ്പ് ചെയ്യുന്നതെങ്കിൽ സെക്ഷൻ 376DA പ്രകാരം ഉള്ള പണിഷ്മെൻ്റാണ്. 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയാണ് ഗ്യാങ് റേപ്പിന് ചെയ്യുന്നത് എങ്കിൽ സെക്ഷൻ 376D പ്രകാരമുള്ള പണിഷ്മെൻ്റാണ്. സെക്ഷൻ 376D ആണ് ഗ്യാങ് റേപ്പിനെ പറ്റി പറയുന്നത്. ഈ സെക്ഷൻ 377 ഉണ്ടായിരുന്നു, അതിപ്പോൾ നിലവിലില്ല. കാരണം അത് നമ്മുടെ IPC ഉണ്ടായത് മുതൽ ഉള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സെക്ഷനാണ് 377. നിങ്ങൾക്ക് അറിയായിരിക്കും, നെൽസ കേസ്, നാഷണൽ ഇന്ത്യൻ സർവീസ് അതോറിറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി എന്ത് ചെയ്തു, അൺനാച്ചുറൽ ഒഫൻസസ് എന്ന പേരിൽ സെക്ഷൻ 377 നമ്മൾ IPC ഉണ്ടായിരുന്നു, അതിനെന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്ത് കളഞ്ഞു, റദ്ദാക്കി കളഞ്ഞു. ഇന്ന് 377 എന്ന ഒരു സെക്ഷൻ എന്തായിട്ടില്ല, പീനൽ ആയിട്ടുള്ള ഒരു ലോ ആയിട്ട് എന്തില്ല, നമ്മുടെ ഇതിൽ സെക്ഷൻ ആയിട്ടുണ്ടാവില്ല IPC. സെക്ഷൻ 378 പറയുന്നത് തെഫ്റ്റിനെ കുറിച്ചാണ്. തെഫ്റ്റിനെ കുറിച്ച് പറയുകയാണ് സെക്ഷൻ 378. എക്സ്റ്റോർഷനെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 383 എന്ന് പറയുന്നത്. റോബറിയെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 390. ഡെക്കോയിറ്റിയെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 391. ഡെക്കോയിറ്റിയെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 391. ആ ഡെക്കോയിറ്റി മർഡറിലോട്ട് എമൗണ്ട് എത്തുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി, അങ്ങനെയുള്ള ഡെക്കോയിറ്റിയെ പറ്റി പറയുന്ന സെക്ഷനാണ് 396. സെക്ഷൻ 399 പറയുന്നത് പ്രിപ്പറേഷൻ ഫോർ ഡെക്കോയിറ്റിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 399 എന്ന് പറയുന്നത്. സെക്ഷൻ 405 പറയുന്നത് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റിനെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 405. 415 പറയുന്നത് 415 പറയുന്നത് സെക്ഷൻ 415 പറയുന്നത് ചീറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 415. പിന്നെ സെക്ഷൻ 441 പറയുന്നത് ക്രിമിനൽ ട്രസ്പാസിനെ കുറിച്ചാണ്. 441 സെക്ഷൻ 442 ഹൗസ് ട്രസ്പാസിനെ കുറിച്ചാണ് പറയുന്നത്. 447 ക്രിമിനൽ ട്രസ്പാസിൻ്റെ പണിഷ്മെൻറ്റ് പറയുന്നത്. 441 ക്രിമിനൽ ട്രസ്പാസും സെക്ഷൻ 447 അതിൻ്റെ പണിഷ്മെൻറ്റും. സെക്ഷൻ 442 ഹൗസ് ട്രസ്പാസും സെക്ഷൻ 448 അതിൻ്റെ പണിഷ്മെൻറ്റുമാണ് പറയുന്നത്. സെക്ഷൻ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ 377 പറഞ്ഞ പോലെ തന്നെ ഉള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 497. അതെന്ത് ചെയ്തു, ഇപ്പോൾ നമ്മൾ അതും റദ്ദാക്കി കളഞ്ഞു. കഴിഞ്ഞ വർഷം സുപ്രീം കോടതി എന്ത് ചെയ്തു, അഡൽട്ടറി എന്നത് കൂടി എന്തല്ല, ഇറ്റ്സ് നോട്ട് നോ മോർ അഡൽട്ടറി ഇസ് നോ മോർ ക്രൈം. അപ്പോൾ എന്ന് സുപ്രീം കോടതി കഴിഞ്ഞ വർഷങ്ങളിൽ പറഞ്ഞു, കേസിൽ പറഞ്ഞു. അപ്പോൾ അതുമുതൽ എന്തെല്ലാം ഒരു പീനൽ ലൈബിലിറ്റി അല്ല അഡൽട്ടറി എന്ന് പറയുന്നത്, ബട്ട് ഇറ്റ്സ് എ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. 499 സെക്ഷൻ 499 ആണ് ഡിഫോർമേഷനെ പറ്റി പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ 499 ആണ് ഡിഫോർമേഷനെ പറ്റി പറയുന്നത്. സെക്ഷൻ 511 ആണ് ഇതിനെ പറ്റി പറയുന്നത്. 511 ഏറ്റവും അവസാനത്തെ സെക്ഷനാണ് 511. 111ാമത്തെ സെക്ഷൻ പറയുന്നത് ഒരു അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ആൻ ഒഫൻസ്, ഒരു കുറ്റം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക, അറ്റംപ്റ്റ് ചെയ്യുക, ഒരു കുറ്റം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിനെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 511, 111 എന്ന് പറയുന്നത്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള IPCയിൽ ഓർത്ത് വയ്ക്കേണ്ട ഒരു ലീഗൽ എക്സാമിനെ നേരിടുമ്പോൾ ഓർത്ത് വയ്ക്കേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള സെക്ഷൻസാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത്രയാണ് ഇത് ഓർത്ത് വയ്ക്കാൻ പ്രധാനപ്പെട്ടിട്ടുണ്ട്. പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോൾ അത് ഓർത്ത് വയ്ക്കാം.